നമസ്കാരം. സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വൈകാരികമായ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതാദ്യം തന്നെ ഞാനൊന്ന് വായിക്കാം. കേരളത്തിന്റെ പൊതുവിലും ഇവിടത്തെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകിച്ചും ചരിത്രത്തിന്റെ ശ്രദ്ധേയമായ പരിച്ഛേദമാണ് സഖാവ് വി.എസിന്റെ ജീവിതം. ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു സഖാവ് വി.എസ്. അച്യുതാനന്ദൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ നൂറ്റാണ്ട് കടന്ന ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാവാത്ത വിധത്തിൽ കലർന്നു നിൽക്കുന്നു. കേരള സർക്കാരിന്റെയും CPIMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രതിപക്ഷത്തെയും വിവിധ ഘട്ടങ്ങളിൽ നയിച്ച വി.എസിന്റെ സംഭാവനകൾ സമാനതകളില്ലാത്തവയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഈടുവെപ്പിന്റെ ഭാഗമാണവ എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ഒരു കാലഘട്ടത്തിന്റെ അസ്തമയമാണ് വി.എസിന്റെ വിയോഗത്തോടെ ഉണ്ടാകുന്നത്. പാർട്ടിക്കും വിപ്ലവ പ്രസ്ഥാനത്തിനും ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനത്തിനാകെയും കനത്ത നഷ്ടമാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. കൂട്ടായ നേതൃത്വത്തിലൂടെയേ ആ നഷ്ടം പാർട്ടിക്ക് നികത്താനാവൂ. ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരുപാട് സ്മരണകൾ മനസ്സിൽ ഇരമ്പുന്ന ഘട്ടമാണിത്. അസാമാന്യമായ ഊർജവും അതിജീവന ശക്തിയും കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സംഭവബഹുലമായ ജീവിതമായിരുന്നു വി.എസിന്റേത്. കേരളത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രത്തിലെ സമരഭരിതമായ അധ്യായമാണ് സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ ജീവിതം. തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ച് പ്രസ്ഥാനത്തിനൊപ്പം വളർന്ന സഖാവിന്റെ രാഷ്ട്രീയ ജീവിതം ജന്മിത്വവും ജാതീയതയും കൊടികുത്തി വാണിരുന്ന ഇരുണ്ട കാലത്തെ തിരുത്താനുള്ള സമരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. എളിയ തുടക്കത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ പടവുകളിലൂടെയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേരിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ കണ്ണിയാണ് വി.എസിന്റെ വിയോഗത്തിലൂടെ അറ്റുപോയത്. ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടത്തെ വർത്തമാനകാല രാഷ്ട്രീയവുമായി ഇണക്കി നിർത്തിയ മൂല്യവത്തായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ് അസ്തമിച്ചു പോയത്. കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിലും നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും സഖാവ് വി.എസ്. നൽകിയ സംഭാവനകൾ നിരവധിയാണ്. പുന്നപ്ര വയലാറുമായി പര്യായപ്പെട്ട് നിൽക്കുന്ന സഖാവ് യാതനയുടെയും സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും ജീവിത പശ്ചാത്തലങ്ങൾ കടന്നാണ് വളർന്നു വന്നത്. ഒരു തൊഴിലാളി എന്ന നിലയിൽ നിന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ് എന്ന നിലയിലേക്ക് വി.എസ്. വളരെ വേഗം ഉയർന്നു. പാർട്ടി വി.എസിനെയും വി.എസ്. പാർട്ടിയെയും വളർത്തി. 1940 17 വയസ്സുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ അദ്ദേഹം അതിദീർഘമായ 85 വർഷമാണ് പാർട്ടി അംഗമായി തുടർന്നത്. കുട്ടനാട്ടിലേക്ക് പോയ സഖാവ് വി.എസ്. കർഷക തൊഴിലാളികൾ നേരിട്ട കൂലി അടിമത്തത്തിനും ജാതി അടിമത്തത്തിനും അറുതി വരുത്താനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. കുട്ടനാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ നടന്നു ചെന്ന് കർഷക തൊഴിലാളികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും അവരെ സംഘടിത ശക്തിയായി വളർത്തുകയും ചെയ്തു. ഭൂപ്രമാണിമാരെയും പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അത്. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിലും പിന്നീട് അത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നായ കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയനായി വളർന്നതിലും വി.എസ്. വഹിച്ചത് പകരം വെക്കാനില്ലാത്ത പങ്കാണ്. വി.എസിന്റെ നേതൃത്വത്തിൽ നടന്ന എണ്ണമറ്റ സമരങ്ങൾ കുട്ടനാടിന്റെ സാമൂഹിക ചരിത്രം തന്നെ മാറ്റിമറിച്ചു. മെച്ചപ്പെട്ട കൂലിക്കും ചാപ്പ സമ്പ്രദായം നിർത്തലാക്കുന്നതിനും ജോലി സ്ഥിരതയ്ക്കും മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിനും വേണ്ടി നടന്ന സമരങ്ങളുടെ മുൻനിരകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പാടത്തെ വരമ്പുകളിലൂടെ കിലോമീറ്ററുകളോളം നടന്ന് തൊഴിലാളികളുടെ കുടിലുകളിൽ കയറിയിറങ്ങി അവരിൽ ആത്മവിശ്വാസവും സംഘബോധവും നിറയ്ക്കാൻ അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾ അവരെ ആകെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു. 1948 പാർട്ടി നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റിലായി. 1952 പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനിടയിൽ ഐക്യ കേരളത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന പ്രക്ഷോഭങ്ങളിൽ സജീവമായി. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ എത്തുന്ന സമയത്ത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1959 പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി. മിച്ചഭൂമി സമരമടക്കം എത്രയോ ധീര സമരങ്ങൾക്ക് നേതൃത്വം നൽകി വി.എസ്.
വിവിധ കാലഘട്ടത്തിലായി 5.5 വർഷത്തിലേറെ തടവ് ജീവിതം അനുഭവിച്ചു. 1964 മുതൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. 1985 പോളിറ്റ് ബ്യൂറോ അംഗമായി. 1980 മുതൽ 92 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായും 1996 മുതൽ 2000 വരെ LDF കൺവീനറായും പ്രവർത്തിച്ചു. 2015 കൊൽക്കത്തയിൽ നടന്ന 21ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായാധിക്യത്തെ തുടർന്ന് ഒഴിവായി. പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി. 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവ്. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രി. 2011 മുതൽ 2016 വരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ തുടർന്നു. വഹിച്ച സ്ഥാനങ്ങളിലെല്ലാം സ്വന്തമായ മുദ്രകൾ ചാർത്തിയ നേതാവാണ് അദ്ദേഹം. കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ജീവിത ദൈന്യം നേരിട്ടറിഞ്ഞുള്ള VS തന്റെ അനുഭവങ്ങളെ കരുത്താക്കി മാറ്റി. ചൂഷിതരുടെ വിമോചനത്തിനായി നിലകൊണ്ട സഖാവ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ആ ദാർഢ്യത്തോടെ മുന്നോട്ട് നയിച്ചു. പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ റിവിഷനിസത്തിനെതിരെയും പിന്നീട് ഒരു ഘട്ടത്തിൽ അതിസാഹസിക തീവ്രവാദത്തിനെതിരെയും പൊരുതി പാർട്ടിയെ ശരിയായ നയത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയി പരിസ്ഥിതി, മനുഷ്യാവകാശം, സ്ത്രീ സമത്വം തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിൽ VS വ്യാപരിച്ചു. ആ പ്രക്രിയയിലാണ് പാർട്ടി നേതാവായിരിക്കെ തന്നെ പൊതു സ്വീകാര്യതയിലേക്ക് VS ഉയർന്നത്. മുഖ്യധാര രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് സാമൂഹിക പ്രാധാന്യമുള്ള ഇതര കാര്യങ്ങളെ കൂടി കൊണ്ടുവരുന്നതിൽ വലിയ പങ്കാണ് VS വഹിച്ചത്. നിയമസഭാ സാമാജികൻ എന്ന നിലയിലും അനന്യമായ സംഭാവനകളാണ് VS നൽകിയത്. 1967, 70 എന്നീ വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരികുളത്ത് നിന്നും നിയമസഭാ അംഗമായി. 2001 മുതൽ 2021 വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. 2016 മുതൽ 2021 വരെ കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും പ്രവർത്തിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പാർട്ടിയും മുന്നണിയും ആവിഷ്കരിച്ച നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചു. പ്രതിസന്ധികളിൽ ഉലയാതെ സർക്കാരിനെ നയിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ചു. നിയമനിർമ്മാണ കാര്യങ്ങളിലും തന്റേതായ സംഭാവനകൾ നൽകി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തനതായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് VS. സഖാവ് VSന്റെ നിര്യാണം പാർട്ടിയെയും നാടിനെയും സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്കിൽ എഴുതിയത്. ഇനി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞതുകൂടി ഞാനൊന്ന് വായിക്കാം. ഇടവേളകളില്ലാത്ത സമരമാണ് VS. അടിസ്ഥാന വർഗത്തിന്റെ മുന്നേറ്റത്തിന് കരുത്തേകിയ പോരാളി. കേരളത്തിന്റെ എണ്ണമറ്റ സമര പോരാട്ടങ്ങളെ നിർണയിക്കുകയും മുന്നേ നയിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നിശ്ചയദാർഢ്യമാണ് സഖാവ് VSന്റേത്. ഏത് സമൂഹത്തെയും ആവേശം കൊള്ളിക്കുവാൻ VSന് സാധിച്ചു. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള ഊർജമാണ് സഖാവ്. തലമുറകൾക്ക് പിന്തുടരുവാനുള്ള മഹത്തായ പാദമുദ്രകൾ അടയാളപ്പെടുത്തിയിട്ടാണ് വിപ്ലവ നായകൻ നിത്യനിദ്രയിലേക്ക് കടക്കുന്നത് എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഇനി നമുക്ക് ജോൺ ബ്രിട്ടാസ്, M സ്വരാജ്, മഞ്ജു വാര്യർ, മമ്മൂട്ടി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണം കൂടി നമുക്ക് നോക്കാം. ജോൺ ബ്രിട്ടാസ് എഴുതിയത് ഇങ്ങനെയാണ്: വിപ്ലവ നേതാവിന് വിട, ലാൽ സലാം. മരണമില്ലാത്ത കേരള ചരിത്രമായി സമരമുഖമായി VS എന്നെന്നും ജ്വലിക്കും എന്നാണ് പറഞ്ഞത്. ഇനി M സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് നോക്കാം. റെഡ് സല്യൂട്ട് എന്നാണ് M സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സഖാവ് VS അച്യുതാനന്ദന്റെ ചിത്രവും നമുക്കതിൽ കാണാം. ഇനി മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പ്രിയ സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ എന്നാണ് ഇട്ടത്. മഞ്ജു വാര്യർ VS അച്യുതാനന്ദനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: VS അച്യുതാനന്ദന്റെ കാൽപാദങ്ങളിൽ ഒരു മുറിവിന്റെ ഇന്നും മായാത്ത പാടുള്ളതായി ഒരിക്കൽ വായിച്ചു തോർക്കുന്നു. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഓർമ്മയായ ബയണറ്റ് അടയാളം. ആ കാൽപാദം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയത്. അത് ഓരോ ചുവടിലും സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്നും ഒരു പോരാളിയായിരുന്നതും. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള VSന്റെ നിലപാടുകൾ കാലത്തിന്റെ ആവശ്യകത കൂടിയായിരുന്നു. പേരിന്റെ ശരി അടയാളമാക്കിയ നേതാവിന് ആദരാഞ്ജലികൾ എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത്. പൃഥ്വിരാജ് അടക്കമുള്ള പല ആളുകളുമൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് VD സതീശന്റെ പ്രതികരണം കൂടി ഒന്ന് നോക്കാം. തോൽവിയിലും ജയിക്കുന്ന എപ്പോഴും പ്രതിപക്ഷ സ്വരമുള്ള ഒറ്റയാൻ VSന് വിട എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറിച്ചത്. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ എല്ലാ പ്രമുഖരും VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തേക്ക് വരികയാണ്. നികത്താൻ കഴിയാത്ത വലിയൊരു വിടവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും VS അച്യുതാനന്ദന്റെ വിയോഗം എല്ലാവരെയും സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിലും വലിയ വേദനയാണ്. VS അച്യുതാനന്ദന്, സമര സഖാവിന് ലാൽ സലാം.